എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. രതിമൂർച്ച കൈവരിക്കാൻ പങ്കാളിയുമായി തുറന്ന് സംസാരിക്കേണ്ട 5 കാര്യങ്ങളുണ്ട്. അതാണ് ഈ വിഷയം നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. ലൈംഗിക ബന്ധത്തിൽ സന്തോഷവും അധിക ആവേശവും കൈവരിക്കാൻ പങ്കാളിയുമായുള്ള ആശയവിനിമയം ആവശ്യമാണ്. ഇത് ലൈംഗിക പ്രവർത്തനത്തെക്കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ഒരു തുറന്ന ബന്ധം നടത്തിയിട്ടില്ലെന്നാണ് ഇതിനർത്ഥം. ഏത് സ്ഥലത്താണ് ക്ലൈമാക്സിൽ സ്പർശിക്കുന്നത്? ലൈംഗികതയെ ഉത്തേജിപ്പിക്കാൻ ഏത് സ്ഥലമാണ് നിങ്ങൾക്കിഷ്ടം? ഏത് സ്ഥാനമാണ് ആഗ്രഹിക്കുന്നത്? എന്നിങ്ങനെ സ്വാഭാവികമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും അവരുടെ വികാരങ്ങൾ ആശയവിനിമയം നടത്തുവാനും കഴിയുന്ന ഒരിടം ദമ്പതികൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. ലൈംഗികതയിൽ സുതാര്യത പ്രധാനമാണെന്ന്. അതിലൊന്നാമത്തെ കാര്യം നഖമില്ല എന്നത് തന്നെ. ഫോർപ്ലേയുടെ കാര്യത്തിൽ ഒരു വിരൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതിനാൽ ലൈംഗിക ബന്ധത്തിൽ ഉപയോഗിക്കുന്ന വിരലുകളിൽ മാത്രം നഖങ്ങൾ കുറയ്ക്കുക. വേദനയില്ലാത്ത ക്ലൈമാക്സ് ചെയ്യാൻ വിരലുകളെ സഹായിക്കുന്നുണ്ട്. കൂടാതെ നഖങ്ങൾ ജനനേന്ദ്രിയ അണുബാധകളിലേക്ക് നയിക്കും. കൈവിരലുകളിലും കൈപ്പത്തിയിലും ആയിരക്കണക്കിന് അണുക്കളും ബാക്ടീരിയകളും അടങ്ങിയിട്ടുണ്ട്. അതിനാൽ സെക്സിന് മുൻപും ശേഷവും വൃത്തിയാക്കേണ്ടതും അത്യാവശ്യമാണ്. കാരണം ജനനേന്ദ്രിയ ചർമ്മം വളരെ സെൻസിറ്റീവ് ആണ്. നഖങ്ങൾ മൂർച്ചയുള്ളതാണെങ്കിൽ ചർമ്മം കീറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നഖം വളർത്തരുത്. രണ്ടാമതായി ഓറൽ സെക്സ്. മിക്ക സ്ത്രീകളും ലജ്ജാശീലരാണ്. പുരുഷന്മാർ തങ്ങളുടെ മനസ്സിലുള്ളത് പങ്കാളിയോട് പോലും പറയാറില്ല. പക്ഷെ അങ്ങനെ ആകരുത്. ഓറൽ സെക്സ് നിങ്ങൾക്ക് രതിമൂർച്ച നൽകുകയും അത് ആസ്വദിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ പങ്കാളിയോട് പറയുക. അതിനായി ലൈംഗിക അവയവങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക. നിങ്ങളുടെ യോനി വൃത്തിയാക്കാൻ മറക്കരുത്. അതുപോലെ പുരുഷന്മാരും നിങ്ങളുടെ പങ്കാളിയോട് തുറന്ന് സംസാരിക്കുകയും നിങ്ങളുടെ ലിംഗം വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യുക. 3. കോണ്ടം ലൂബ്രിക്കന്റുകൾ. നിങ്ങളുടെ പങ്കാളിക്ക് കോണ്ടം ഇല്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ പങ്കാളിയോട് സംസാരിക്കണം. കാരണം ഇത് അനാവശ്യ ഗർഭധാരണത്തിനും ലൈംഗികമായി പകരുന്ന അണുബാധകൾക്കും കാരണമാകാറുണ്ട്. കോണ്ടം വേണ്ടെന്ന് പറയുന്ന ചില പുരുഷന്മാർ സ്ത്രീകൾക്ക് ഗർഭനിരോധന ഗുളികകൾ നിർദ്ദേശിക്കും. ചില സ്ത്രീകൾ ഗർഭനിരോധന ഗുളികകൾ സ്വയം കഴിക്കും. എന്നാൽ ഈ ഗുളികകൾ ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിനും നല്ലതല്ല. ഇത് ഭാവിയിലെ പ്രത്യുൽപാദനക്ഷമതയെ ബാധിക്കാറുണ്ട്. കോണ്ടം ധരിക്കുന്നത് കൊണ്ട് പാർശ്വഫലങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ധരിക്കുക. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ പങ്കാളിയോട് സംസാരിക്കുക. 4. ശുചിത്വം. ഗർഭകാലത്ത് വേദനയുണ്ടെങ്കിൽ സെക്സിൽ താല്പര്യമില്ലെങ്കിലും പങ്കാളിയോട് അതിനെക്കുറിച്ച് സംസാരിക്കുക. 2 പേർ ഇണങ്ങി ചേരുമ്പോൾ മാത്രമേ സെക്സ് എന്നത് ആനന്ദകരമാകൂ. നിങ്ങൾക്ക് ഓറലിൽ താല്പര്യമില്ല, നിങ്ങൾ അത് ആസ്വദിക്കുന്നില്ല എങ്കിൽ പറയുക. നിർബന്ധിത ലൈംഗികത ആവശ്യമില്ല. ലൈംഗിക അവയവങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഓറൽ സെക്സിന് മുൻപ് ദുർഗന്ധം വമിക്കുകയോ ആണെങ്കിൽ ഓറലിന് മുമ്പ് അവരുടെ സ്വകാര്യ ഭാഗങ്ങൾ വൃത്തിയാക്കാൻ പങ്കാളിയോട് ആവശ്യപ്പെടുക. മടിക്കരുത്. ഓറൽ സെക്സിൽ ശുചിത്വം എന്നത് വളരെ പ്രധാനമാണ്. 5. സ്ഥാനമാണ് പ്രധാനം. സ്ത്രീകൾ ലജ്ജാശീലരായതിനാലോ പങ്കാളി അവരെ തെറ്റിദ്ധരിച്ചതിനാലോ സെക്സിനിടെ തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പ്രകടിപ്പിക്കാറില്ല. സെക്സിനിടെ 2 പേർക്കും ഇഷ്ടമുള്ള പൊസിഷനുകൾ പരീക്ഷിക്കാവുന്നതാണ്. ഇതേക്കുറിച്ച് ഇരുവരും തുറന്നു ചോദിക്കണം. ഏത് ആംഗിളിൽ ഏത് പൊസിഷനിലാണ് നിങ്ങൾ രതിമൂർച്ച അനുഭവിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ പങ്കാളിയോട് സംസാരിക്കുക. സെക്സിനിടെയുള്ള അസുഖകരമായ പൊസിഷൻ മാറ്റാൻ പങ്കാളിയോട് ആവശ്യപ്പെടുകയും ചെയ്യാം. അതിലും തെറ്റില്ല. അപ്പോൾ അതുപോലെ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.